Hello everyone, this is Vijensi from Jets Abroad. ഞാൻ ഒരു ക്വസ്റ്റിന്റെ വീഡിയോ മാത്രം ഇതുവരെ ചെയ്തിട്ടില്ല. ഐ തോട്ട് ഓഫ് ഡൂയിങ് ദാറ്റ് ഓൾസോ. അത് ഏതാന്ന് ചോദിച്ചാൽ എസ് എ ആണ് ഫ്രം ദ റൈറ്റിംഗ് മോഡ്യൂൾ. ഐ തോട്ട് ലൈക്ക് എസ് എ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തോണ്ടാണ് ഞാൻ എസ് എയുടെ വീഡിയോ ഇതുവരെ ഇടാതിരുന്നത്. എസ് എ നിങ്ങൾക്ക് അറിയാം, നമുക്ക് റൈറ്റിംഗിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എസ് എ. റൈറ്റിംഗിൽ ആകെ രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ. വൺ ഇസ് സമ്മറൈസ്ഡ് ഇൻഡെക്സ് ആൻഡ് അതർ വൺ ഇസ് എസ് എ. സോ വാട്ട് ഇസ് എസ് എ? എസ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഒരു ടോപ്പിക് തരും, ആ ടോപ്പിക്കിനെ കുറിച്ച് യു ഹാവ് ടു റൈറ്റ്. സോ എസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി എഗ്രി ഡിസ്അഗ്രി ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്. ഒരു ടോപ്പിക് തന്നിട്ട് അതിന്റെ എഗ്രി ചെയ്യുന്നോ ഡിസ്അഗ്രി ചെയ്യുന്നോ, അല്ലെങ്കിൽ അതിന്റെ കോസസിന്റെ എഫക്റ്റ്, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ, വാട്ട് ആർ ദ ഗുഡ് ആൻഡ് ബാഡ്. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. എസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരുന്നത്? 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആണ്. എസ് എയിൽ നിങ്ങൾക്ക് എഴുതേണ്ട വേർഡ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 200 to 300 ആണ്. ആൻഡ് ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ഫസ്റ്റ് തിങ് എല്ലാവരും ചോദിക്കുന്നതാണ്, എസ് എക്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? യെസ്, യു ക്യാൻ യൂസ് ടെംപ്ലേറ്റ്, ബട്ട് അതൊരു വർക്കിംഗ് ടെംപ്ലേറ്റ് ആയിരിക്കണം. ആൻഡ് എസ് എയിൽ നമ്മൾ ഫുൾ ടെംപ്ലേറ്റ് മാത്രം എഴുതിയിട്ട് നിങ്ങൾ ഓരോ വേർഡ് മാത്രം നിങ്ങൾ മാറ്റുന്നവരാണെങ്കിൽ, ആൻഡ് ഇഫ് യു സ്കോർ 65 അബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല. ബിക്കോസ് അതാണ് പുതിയതായിട്ട് ഈ റൈറ്റിംഗിൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് അപ്ഡേറ്റ്സ് ആയിട്ടില്ല. ഇപ്പം അൽഗോരിതമിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ടെംപ്ലേറ്റ്സ് ഫുള്ള് മാത്രം എഴുതി വെക്കുന്നവർക്ക് സ്കോർ കിട്ടുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു 2-3 സെന്റൻസസ് നമ്മൾ ആഡ് ഓൺ ചെയ്യണം ഇൻ യുവർ ബോഡി പാരഗ്രാഫ്സ്. നമ്മൾ ഒരു വേർഡിന് റീപ്ലേസ്, അതപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഒരു വേർഡ് മാറുക, പിന്നെ അതേപോലെ ബോഡി പാരഗ്രാഫ്സ് ഒരു വേർഡ്, അങ്ങനെ നിങ്ങൾ ടോപ്പിക് മാത്രം ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾ ടെംപ്ലേറ്റ് ഇപ്പോൾ 280 വേർഡ്സ് ആയിക്കോട്ടെ 260 വേർഡ്സ് ആയിക്കോട്ടെ എഴുതിയാലും നിങ്ങൾക്ക് സ്കോർ കിട്ടത്തില്ല. നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടെംപ്ലേറ്റ് ഒരു വർക്കിംഗ് ടെംപ്ലേറ്റ് ആയിരിക്കണം. ആൻഡ് ഇൻ യുവർ ബോഡി പാരഗ്രാഫ്സ് നിങ്ങൾ ഒരു 2 to 3 സെന്റൻസസ് ഓൺ ആയിട്ട് തന്നെ എഴുതണം. നമുക്കറിയാം, 4 പാരഗ്രാഫ്സ് ആണ് നിങ്ങൾ എഴുതേണ്ട. ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2 ആൻഡ് കൺക്ലൂഷൻ. മോസ്റ്റ് പ്രോബ്ലി 2 അല്ലെങ്കിൽ 3 പാരഗ്രാഫ്സ് എഴുതുന്നവരുണ്ട്. പക്ഷേ ഇതാണ് ഒരു കോമൺ സ്ട്രക്ചർ. അല്ലാതെ സിംഗിൾ ആയിട്ട് ഒറ്റ പാരഗ്രാഫിൽ എഴുതേണ്ട 4 ഡിഫറെന്റ് പാരഗ്രാഫ്സ് ആണ്. അപ്പൊ നമുക്കറിയാം, ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ട് കാണും, ടോപ്പിക്കിനെ കാണും, പിന്നെ അതിന്റെ സബ് ക്വസ്റ്റ്യൻ കാണും. ഞാൻ പറഞ്ഞ പോലെ ഡു യു അഗ്രി ഓർ ഡിസ്അഗ്രി, വാട്ട് ആർ ദ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ദ പ്രോബ്ലം ആൻഡ് ദ സൊല്യൂഷൻ, അങ്ങനെ സബ് ക്വസ്റ്റ്യൻ കാണും. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്. ദെൻ ബോഡി പാരഗ്രാഫിൽ വരുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ഒരു 2-3 പോയിന്റ്സ് അല്ലെങ്കിൽ സെന്റൻസസ് നിങ്ങൾ സ്വന്തമായിട്ട് എന്തൊക്കെയാണ് ആ ടോപ്പിക് റിലേറ്റഡ് പോസിറ്റീവ്സ്, അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ്സ്, തേർഡ് ബോഡി പാരഗ്രാഫിൽ എഴുതുക. സെന്റൻസസ് നിങ്ങൾ ഓൺ ആയിട്ട് തന്നെ എഴുതി പഠിക്കണം. ബിക്കോസ് ടെംപ്ലേറ്റ് മാത്രമാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോ തന്നെ നിങ്ങൾ മാറ്റണം. ടെംപ്ലേറ്റ് മാത്രം എഴുതിയാൽ നമുക്ക് സ്കോർ കിട്ടില്ല. യു ഷുഡ് ആഡ് സെന്റൻസസ് ഓൺ യുവർ ഓൺ. I'll share my screen. I'll give you an outline of what is in writing. As you can see in the screen, write essay is a second task in the writing model of the PT academic test. You will be given an essay topic on which you have to write an essay 20 minutes. അതായത് ഒരു ക്വസ്റ്റിന് 20 minutes ആണ് ടൈം തരുന്നത്. ഇതൊരു ടൈം ടാസ്ക് ആണ്. ആൻഡ് ടെസ്റ്റ് യു വിൽ ഗെറ്റ് 1 or 2 essays. നമുക്ക് ഒരു എസ്സേ ആണെങ്കിൽ 20 minutes, 2 എസ്സേ കിട്ടുവാണെങ്കിൽ 14 minutes. സോ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ലെറ്റ്സ് ഹാവ് look at the introduction. എന്താണ് ഇൻസ്ട്രക്ഷൻ? 20 minutes കൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യണം, റൈറ്റ് ചെയ്യണം, and you have to revise an essay about the topic. Your response will be judged on how well you develop a position, organize your ideas, present the supporting details, and control the elements of standard. You should write എത്ര വേർഡ്സ് ആണ് എഴുതേണ്ടത്? 200 to 300 വേർഡ്സ് എഴുതാം. നമുക്ക് 20 minutes ആണ് ഒരു എസ്സേ എഴുതാനുള്ള സമയം. Since you will be given 20 minutes per essay, you can understand that's a very important task. As such, a lot of time being given for a single topic by PT Academy. And if you get 2 essay, 20 plus 20, 40. I write essay as a high weightage task, and if you're able to finish in 20 minutes, the next question will come automatically on your screen. If you don't
ക്ലിക്ക് നെക്സ്റ്റ്. ദിസ് an important thing. നമുക്ക് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്രീനിൽ വരും. നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റൈറ്റ് ഹാൻഡ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്ക്രീനിലോട്ട് വരും. നമുക്ക് ആദ്യം അറിയേണ്ടത് ഇതിലെ മാർക്കിംഗ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്. ബിക്കോസ് നമ്മൾ ആദ്യം ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ആ ടാസ്കിൽ എന്തൊക്കെയാണ് മാർക്കിംഗ് പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കണം, അത്യാവശ്യമാണ്. അതേപോലെ എസ്സേക്ക് 7 മെയിൻ പാരാമീറ്റേഴ്സ് ആണുള്ള: കോണ്ടന്റ്, ഫോം, വൊക്കാബുലറി, സ്പെല്ലിംഗ്, ഗ്രാമർ, ഡെവലപ്മെന്റ്, സ്ട്രക്ചർ, കോഹറൻസ് ആൻഡ് ജനറൽ ലിസ്റ്റ് റേഞ്ച്. കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള കോണ്ടന്റ് കൊടുക്കുക, ടോപ്പിക് റെലവെന്റ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഹാഫ് കവർ ചെയ്യുക, ഹാഫ് ഓഫ് ദ ടോപ്പിക് മാത്രം, ആ ടോപ്പിക്കിന്റെ പകുതി ഇൻഫർമേഷൻ മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. കോണ്ടന്റിന് നിങ്ങൾക്ക് അറിയാം 3 മാർക്സ് ആണ്. കോണ്ടന്റിന് നല്ല മാർക്ക് വേണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് എത്രയാണ്, യു ഹാവ് ടു റൈറ്റ് റെലവെന്റ് ടു ദ ടോപ്പിക്. ടോപ്പിക് റെലവെന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതണം, 100% റെലവെന്റ് ആയിട്ട് തന്നെ എഴുതണം. ഫോം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർഡ്സ് ആണ്. അറിയാവുന്ന 200 to 300 വേർഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. വൊക്കാബുലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർക്കിംഗ് ടെംപ്ലേറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ തന്നെ നല്ല കൈൻഡ് ഓഫ് വൊക്കാബുലറീസ് ഉണ്ടെങ്കിൽ ദാറ്റ് സ്കോർ. സ്പെല്ലിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് പറഞ്ഞാലും നിങ്ങൾ സ്പെല്ലിംഗ് തെറ്റിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ഗ്രാമർ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഡെവലപ്മെന്റ്, സ്ട്രക്ചർ, കോഹറൻസ്, യെസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റിനകത്ത് കവർ ചെയ്യും. ആൻഡ് ജനറൽ ലിംഗ്വിസ്റ്റിക് റേഞ്ച് ഓൾസോ. ബട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പാരാമീറ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് റിലേറ്റഡ്, ടോപ്പിക് റിലേറ്റഡ് നിങ്ങൾ വേർഡ്സ് യൂസ് ചെയ്യുക. ഇപ്പം കമ്പ്യൂട്ടർ ആണെങ്കിൽ ടെക്നോളജി, അങ്ങനെ ആ റിലേറ്റഡ് വേർഡ്സ് ആണ് അതിന് പറഞ്ഞത് വൊക്കാബുലറി. ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതേപോലെ ഡെവലപ്മെന്റ്, സ്ട്രക്ചർ, കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ 4 ഡിഫറെന്റ് പാരഗ്രാഫ്സിൽ എഴുതണം. കോഴ്സ് പറഞ്ഞാൽ ആ ഒരു ലോജിക്കൽ സീക്വൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം പോകാൻ. പിന്നെ ജനറൽ ലിംഗ്വിസ്റ്റിക് റേഞ്ച് എന്ന് പറഞ്ഞത് യു ഹാവ് ടു റൈറ്റ് സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെന്റൻസസ്. മറക്കരുത്, യു ഹാവ് ടു റൈറ്റ് സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെന്റൻസസ്. ഇത്രയും പോയിന്റ്സ്, ഇത്രയും പാരാമീറ്റേഴ്സ് ചേർന്നിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. ഇത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കോണ്ടന്റ്, ഫോം, സ്പെല്ലിംഗ്, ഗ്രാമർ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളിപ്പം എന്ത് ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്ന പറഞ്ഞാലും നിങ്ങൾ കോണ്ടന്റ്, അതായത് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 50% നിങ്ങൾ അത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ്. യു ഹാവ് ടു റൈറ്റ് എക്സാക്ട്ലി ആ കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് തന്നെ റിലവെന്റ് ആയിട്ട് നിങ്ങൾ സെന്റൻസസ് എഴുതുക, അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കുക. സോ ലുക്ക് അറ്റ് ലൈക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കറിയാം റൈറ്റിംഗിൽ എനേബിളിംഗ് സ്കിൽസ് പറയുന്നത് ഇതൊക്കെയാണ്. കുറെ പേർക്ക് എനേബിളിംഗ് സ്കിൽ എന്താണെന്നേ അറിയില്ല. എനേബിളിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമറിന്, ഓറൽ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, സ്പെല്ലിംഗ്, വൊക്കാബുലറി, റിട്ടൺ ഡിസ്കർഷൻ. നമുക്കറിയാം എക്സാമിന് റിസൾട്ട് വരുമ്പോൾ നമുക്ക് എത്രയാണ് ഓവറോൾ കിട്ടിയേക്കുന്നതും അതിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്കിൽസ് പ്രൊഫൈൽ എന്ന് കാണും. സ്കിൽസ് പ്രൊഫൈൽ കുറെ കാറ്റഗറീസ് ഉണ്ട്. അറിയാത്തവരാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് മാർക്കിംഗ്, എങ്ങനെയാണ് സ്കിൽസ് പ്രൊഫൈലിൽ നമുക്ക് എവിടാണ് മാർക്ക് കുറഞ്ഞേക്കുന്നതെന്ന് ഉള്ള വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ സ്കിൽസ് പ്രൊഫൈൽ അത്. സോ ഇത് എനേബിളിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സ്കോർ കിട്ടുന്ന പോലെ തന്നെ, സ്കോറിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് കാറ്റഗറിയാണ് എനേബിളിംഗ് സ്കിൽസ് ഉണ്ട്. അത് ഗ്രാമറിന് നല്ല രീതിയിലുണ്ട് മാർക്ക്, ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കിംഗ് ടാസ്ക് ആണ്. പിന്നെ സ്പെല്ലിംഗ്, വൊക്കാബുലറി, ഇതെല്ലാം റൈറ്റിംഗ് ടാസ്ക് എന്ന് വരുന്നതാണ്. സോ നിങ്ങൾ ഗ്രാമർ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നോക്കണം. അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വെറുതെ ചെയ്യരുത്. വൊക്കാബുലറി ഓൾസോ, വാട്ട് കൈൻഡ് ഓഫ് വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നു, കോണ്ടന്റ് റിലേറ്റഡ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സമ്മറൈസ്, സ്പോക്കൺ ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ ആ ഓഡിയോയിൽ കേൾക്കുന്ന ഇമ്പോർട്ടന്റ് കീവേഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ആണെങ്കിൽ അതിനകത്ത് തരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നിങ്ങൾ എടുത്തേക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് വൊക്കാബുലറിക്കകത്ത് വരുന്നത്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് കംസ് പാരാമീറ്റർ. നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ കോണ്ടന്റ്. എന്താണ് കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ 3. ഇഫ് യുവർ essay deals adequately with the content and your entire prompt point, you'll get 3 on 3.
അങ്ങനെയുള്ളവർക്കാണ് 3 കിട്ടുന്നത്. ആർക്കാണ് നെക്സ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരിക്കലും 200 താഴെയോ അല്ലെങ്കിൽ 300 അബവോ നിങ്ങൾ എഴുതരുത്. യു ഹാവ് ടു റൈറ്റ് ബിറ്റ്വീൻ 200 to 300. എത്രയാണ് ഐഡിയ എന്ന് കുറെ പേര് ചോദിക്കും, എത്ര എഴുതണം എന്ന് ചോദിച്ചാൽ 250 260 വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് എഴുതാം. പക്ഷെ 210 200 വേർഡ്സ് ഒന്നും എഴുതാൻ നിൽക്കരുത്. കുറച്ചും കൂടി ബിക്കോസ് നിങ്ങളുടെ ടെംപ്ലേറ്റ്സ് തന്നെ, ഇപ്പം ചിലർ വിചാരിക്കും ടെംപ്ലേറ്റ്സ് ഒരു 180 വേർഡ് ഉള്ള ടെംപ്ലേറ്റ്സ് ഇട്ടിട്ട് ബാക്കി 20 എന്റെ സ്വന്തമായിട്ട് എഴുതിയാൽ മാർക്ക് കിട്ടുമോ? കിട്ടത്തില്ല. ബിക്കോസ് നിങ്ങൾ അത്രയും 180 വേർഡ്സ് ഒരു ടെംപ്ലേറ്റ് കൊടുത്തിട്ട് വെറും 20 വേർഡ്സ് മാത്രമാണ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് സ്കോർ കുറയും. സോ മോസ്റ്റ് പ്രോബ്ലി നമ്മൾ സെന്റൻസ് കൂട്ടി എഴുതി ടെംപ്ലേറ്റ്സ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ. തേർഡ് പാരാമീറ്റർ വൊക്കാബുലറി ആണ്. ഫ്രേസസ്, പ്രോപ്പർ ഫ്രേസസ്, ആ ടോപ്പിക് റിലേറ്റഡ് ആണ് ഫ്രേസസ് എഴുതുക. നെക്സ്റ്റ് കംസ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് എസ്സേക്ക് മാത്രമല്ല, സമ്മറൈസ്ഡ് ടെക്സ്റ്റ്, സമ്മറൈസ് സ്പോക്കൻ ടെക്സ്റ്റ്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, ലിസ്ണിംഗ്, ഫിൽ ദ ബ്ലാങ്ക്സ് എല്ലാം സ്പെല്ലിങ്ങിന് മാർക്ക് വരുന്നുണ്ട്. സോ അതാണ് നിങ്ങൾക്ക് സ്കിൽസ് പ്രൊഫൈൽ ഓവറോൾ അവർ സ്പെല്ലിങ്ങിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സ്പെല്ലിങ്ങിൽ ഗുഡ് ആണെന്ന് അവർ നോക്കുന്നുണ്ട്. അതും 90ലാണ് വരുന്നത്. സോ ആൻഡ് അഗൈൻ സ്പെല്ലിംഗ് വരുമ്പോഴത്തേക്ക് വൺ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് സ്പെല്ലിംഗ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്രിട്ടീഷോ അല്ലെങ്കിൽ അമേരിക്കനോ. നിങ്ങൾ ഒരു എസ്സേ ഫുൾ ആയിട്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്തെങ്കിൽ ഫുൾ അത് തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. രണ്ട് സ്പെല്ലിംഗ് നിങ്ങൾ മിക്സ് ചെയ്ത് എഴുതരുത്. എന്താണ് ഇതിൽ രണ്ടിന്റെ ഡിഫറൻസ് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഓർഗനൈസേഷൻ എന്നുണ്ട്, യെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യെസ് എന്നാണ്. ഓർഗനൈസേഷൻ എസ് എ നമ്മൾ എഴുതുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ്. പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോൾ ഇസഡ് എ എന്ന് എഴുതും. ORGANIZA. ഇതാണ് ഈ രണ്ടിലുള്ള ഡിഫറൻസ്. അമേരിക്കൻ സ്പെല്ലിംഗിലും ബ്രിട്ടീഷ് സ്പെല്ലിംഗിലും ഉള്ള ഡിഫറൻസ് അതാണ്. അതേപോലെ കളർ, COLOUR നമ്മൾ എഴുതും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ. അമേരിക്കയിൽ വരുമ്പോൾ യു അവിടെ ഇല്ല. സോ ഇതുപോലത്തെ സ്പെല്ലിങ്സ്. സോ നമുക്ക് ഐ വുഡ് സജസ്റ്റ് ടു ഗോ വിത്ത് ബ്രിട്ടീഷ്, ബിക്കോസ് അതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ലിസ്ണിംഗ് ഫിൽ ദ ബ്ലാങ്ക്സിൽ നിങ്ങൾ ബ്രിട്ടീഷ് ആണെങ്കിൽ എല്ലാ ഓപ്ഷൻസിലും ബ്രിട്ടീഷ് യൂസ് ചെയ്യുക. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, അങ്ങനെ എല്ലാ റൈറ്റിംഗ് ടാസ്കിലും ഒരു കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടും മിക്സ് ചെയ്ത്. ഗ്രാമർ എന്ന് പറയുന്ന പോലെ ഗ്രാമർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കൽസ് നിങ്ങൾ നോക്കണം. എക്സലിൽ ഞാൻ കുറേ നോക്കുമ്പോൾ ആർട്ടിക്കൽസ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൽസ് ഒക്കെ എവിടെ യൂസ് ചെയ്യണം എന്ന് അറിയത്തില്ല. നമ്മൾ അറിയാത്തടത്തൊക്കെ എ ഇടും, ദ ഇടും. സോ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് കംസ് ഡെവലപ്മെന്റ് സ്ട്രക്ചർ ആൻഡ് കോഹറൻസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു പ്രോപ്പർ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പോയിന്റ് എഴുതുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വേണം സെക്കൻഡ് പോയിന്റ് എഴുതാൻ. സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് തന്നെ പോകണം. അല്ലാതെ ഒരു സെന്റൻസ് എഴുതിയിട്ട് ഇത് റിലേറ്റഡേ അല്ലാതെ അടുത്ത പുതിയ സെന്റൻസ് നിങ്ങൾ എഴുതരുത്. ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗ്രോ ഇൻ എ ലോജിക്കൽ സീക്വൻസ്. ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ലാസ്റ്റ് ഇസ് എ ജനറൽ ലിംഗ്വിസ്റ്റിക്. ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇസ് ലൈക്ക് നമ്മളൊരു പ്രോപ്പർ സ്ട്രക്ചർ ലൈക്ക് കോമ്പൗണ്ട്സ് സെന്റൻസ്, സിംഗിൾ സെന്റൻസ്, കോംപ്ലെക്സ് സെന്റൻസസ് യൂസ് ചെയ്ത് നിങ്ങൾ എഴുതണം. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ. സോ ദിസ് ഇസ് ഓൾ. ആൻഡ് ഐ വിൽ ഷോ യു എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത്. സോ നമുക്കറിയാം 4 പാരഗ്രാഫ്സ് ആണ്. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ആണ്. സെക്കൻഡ് വരുന്നത് ബോഡി പാരഗ്രാഫ്സ്. അത് 2 or 3 അത് ഡിപ്പെൻസ്. നിങ്ങൾ 2 പാരഗ്രാഫ് എഴുതിയാൽ മതി, ബിക്കോസ് നമുക്ക് അധികം സമയമില്ല. ആൻഡ് ലാസ്റ്റ് ഷുഡ് ബി യുവർ കൺക്ലൂഷൻ. എസ്സേസ് അത് നെറേറ്റീവ് എസ്സേ ആകാം, ഡിസ്ക്രിപ്റ്റീവ് ആകാം, എക്സ്പോസിറ്ററി ആകാം, പെർസ്വേസീവ് എസ്സേ ആകാം. ആൻഡ് ഒപ്പീനിയൻ എസ്സേസ് ഒരുപാട് വരും. ഇപ്പൊ ഒരു ടോപ്പിക്ക് തന്നിട്ട് ദേ ആസ്ക് വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ. ഫോർ എക്സാമ്പിൾ, ഇതൊരു സാമ്പിൾ ആണ്. ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, എക്സ്പേർട്സ് ആർ ഓഫ് ദ വ്യൂ ദാറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് വിൽ കംപ്ലീറ്റ്ലി റീപ്ലേസ് ഹ്യൂമൻ ടീച്ചിങ് മെത്തേഡ്സ് ഇൻ ക്ലാസ് റൂം ടീച്ചിങ്. ഡു യു അഗ്രി ഓർ ഡിസഗ്രി? ഇതിലെ ടോപ്പിക് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇതാണ് ടോപ്പിക് സ്റ്റേറ്റ്മെന്റ്. ഇത് വന്നിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ ആണ്. നിങ്ങൾ ഒരു ടോപ്പിക്ക് തന്നിട്ട് നിങ്ങൾ ഇതിൽ അഗ്രി ചെയ്യുന്നോ ഡിസഗ്രി ചെയ്യുന്നോ ആണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടോപ്പിക് സ്റ്റേറ്റ്മെന്റ്സും ഇൻസ്ട്രക്ഷൻ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതേ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. സോ പോപ്പുലർ ആയിട്ട് വരുന്ന തീംസ് ഇതാണ്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് എസ്സേ വരാം, എൻവയൺമെന്റ്, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ട്രാവൽ ആൻഡ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ ബി ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് വരാം. ഒരു എസ്സേ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഒരു എസ്സേ സ്ട്രക്ചർ. നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു ബ്രോഡ്
ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പൊ അതിൽ ഇൻട്രഡക്ഷൻ, സപ്പോർട്ടിങ് ആൻഡ് കൺക്ലൂഷൻ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഇൻട്രഡക്ഷനും കൺക്ലൂഷനും ഒരേ പാരഗ്രാഫാണ്, ഒരേ ലെങ്ത്. ബിക്കോസ് അതിന് ഇൻട്രഡക്ഷൻ നിങ്ങൾ ഒരു 4 to 5 സെന്റൻസ് ആണ് എഴുതിയെങ്കിൽ കൺക്ലൂഷനും അതേപോലെ ഒരു 4 to 5 സെന്റൻസ് ആണ്. പക്ഷെ ബോഡി പാരഗ്രാഫ് ഇൻട്രഡക്ഷനും കൺക്ലൂഷനെക്കാട്ടിലും കുറച്ച് വലുതായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. അതൊരു 7 to 8 സെന്റൻസസ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഇൻട്രഡക്ഷൻ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ കൺക്ലൂഷനും ഇറ്റ് ഷുഡ് ബി വെരി ക്രിസ്പ് ആൻഡ് ക്ലിയർ. നല്ല കൺസൈസ് ആയിട്ട് തന്നെ എഴുതാൻ പഠിക്കണം. ദിസ് ഈസ് അബൌട്ട് ദ എസ്സേ ഫണൽ. എങ്ങനെയാണ് ഒരു ഇൻട്രഡക്ഷൻ എഴുതേണ്ടത് നിറയെ പേര് ചോദിക്കും. ബിക്കോസ് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ടെംപ്ലേറ്റ് സ്വന്തമായിട്ട് എസ്സേസ് എഴുതാൻ പറ്റാത്തവർ ടെംപ്ലേറ്റ് യൂസ് ചെയ്യും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ വർക്കിംഗ് ടെംപ്ലേറ്റ് തന്നെ യൂസ് ചെയ്യണം. ഒരുപാട് ഒരു 5 വർഷം മുന്നത്തെ ഒരു ടെംപ്ലേറ്റ് ഒന്ന് യൂസ് ചെയ്ത് അത് വർക്കിംഗ് ടെംപ്ലേറ്റ് തന്നെ ആയിരിക്കണം. ആ ടെംപ്ലേറ്റ് മാത്രം എഴുതാൻ നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല. യു ഹാവ് ടു ആഡ് സെന്റൻസസ് ഓൺ യുവർ ഓൺ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരുപാട് എസ്സേ എഴുതുന്നവർ, ഒരുപാട് സ്വന്തമായിട്ട് തന്നെ, കാരണം IELTS ആണെങ്കിൽ IELTS പഠിച്ചവർക്ക് അറിയാം, IELTS വി കാൻ യൂസ് ടെംപ്ലേറ്റ്സ്, യു ഹാവ് ടു റൈറ്റ് ആൻ എസ്സേ ഓൺ യുവർ ഓൺ. അപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഷുഡ് ബി വെരി കൺസൈസ് ആൻഡ് ടു ദ പോയിന്റ്. ഇറ്റ് ഷുഡ് നെയ്തർ ബി വെരി ഷോർട്ട് ആയിരിക്കില്ല, വെരി ലോങ് ആയിരിക്കില്ല. ടു റൈറ്റ് ആൻ ഇൻട്രഡക്ഷൻ ഇസ് ഈസി. നമ്മൾ ആദ്യം തന്നിക്കുന്ന എസ്സേ ടോപ്പിക്കിന് നമ്മൾ ഒരു പാരഫ്രേസ് ചെയ്യുക. പാരഫ്രേസ് റീഫ്രേസിങ്, നമ്മൾ വേർഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. എന്നാൽ ഇത് റീഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി കറക്റ്റ് മീനിങ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ നമ്മൾ പാരാഫ്രൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടും സെയിം മീനിങ് ആയിരിക്കും. പാരാഫ്രൈസ് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്, പക്ഷെ നിങ്ങൾക്ക് റീഫ്രേസ് ചെയ്യാം. സെന്റൻസസ് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, പക്ഷെ ദാറ്റ് ഷുഡ് ഗിവ് യു സെയിം മീനിങ്. അതാണ് പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. Then you should start your essay with the main theme or the background. അത് നമ്മളിപ്പോ ഒരു ഇൻട്രഡക്ഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ടോപ്പിക്കില് പാരാഫ്രൈസിങ് കൊടുക്കും, ആദ്യത്തെ 2 സെന്റൻസ്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് നമ്മളോട് ചോദിച്ചു ഡു യു അഗ്രി ഓർ ഡിസഗ്രി, എന്താ. അപ്പൊ നമ്മളിത് ക്ലിയർ ആയിട്ട് പറയുക. നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻട്രഡക്ഷൻ തന്നെ അഗ്രി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എഴുതുക. ഡിസഗ്രി ആണെങ്കിൽ അതും നിങ്ങൾ ഇൻട്രഡക്ഷൻ, ബിക്കോസ് ഒരു ഇൻട്രഡക്ഷൻ ആണ് ഒരാൾക്ക് ആ ടോപ്പിക് എന്തുമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റുക. സോ ഇൻട്രഡക്ഷൻ കാണുമ്പോൾ തന്നെ ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ഹൗ, എങ്ങനെ ആ ക്വസ്റ്റ്യൻ എങ്ങനെ എത്ര രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇൻട്രഡക്ഷനിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്, പാരഫ്രേസ് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാരഫ്രേസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താണ് അഗ്രി ചെയ്യുന്നെങ്കിൽ അഗ്രി, ഡിസഗ്രി എന്നെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഒപ്പീനിയൻസ് ആസ് നിങ്ങൾ പറയാം ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ റൈറ്റ് മൈ ഒപ്പീനിയൻ. സോ ഇത് എത്രയും ഇൻക്ലൂഡ് ചെയ്യണം. ഒരു ബാക്ക്ഗ്രൗണ്ട് സെന്റൻസ്, ഡീറ്റെയിൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഒപ്പീനിയൻ ആൻഡ് ജസ്റ്റ് ഗിവൻ ഔട്ട്ലൈൻ. ഓക്കെ. Again, body paragraphs വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് നിങ്ങൾ first and foremost to begin with on the one hand വെച്ച് you can just start body paragraphs. അതേപോലെ secondly or moreover, furthermore, in addition, ഇതുപോലെ you can. And if you want to change negative tone അല്ലെങ്കിൽ linkers യൂസ് ചെയ്യണമെങ്കിൽ you can use however യൂസ് ചെയ്യണം. On the contrary, on the other hand, on the other side. ബോഡി പാരഗ്രാഫ്സ് പറയുമ്പോൾ അവിടെ നമ്മളൊരു സെന്റൻസ് ഒരു ഇൻട്രഡക്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇഫ് യു ക്യാൻ പ്രൊവൈഡ് എൻ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക, ദെൻ ഒരു കൺക്ലൂഷൻ. സോ ബോഡി പാരഗ്രാഫിലും ഒരു ഇൻട്രഡക്ഷൻ കാണണം, ഒരു ബോഡി പാരഗ്രാഫ് കാണും, ഒരു കൺക്ലൂഷനും കാണും. ഓക്കെ. നമ്മൾ മുന്നേ എഴുതിയിരിക്കുന്ന എല്ലാത്തിന്റെയും സമ്മറിയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു 3 സെന്റൻസ് ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി സിമ്പിൾ. നമ്മൾ പറഞ്ഞേക്കുന്ന നമ്മളിപ്പോ എഗ്രി ചെയ്താണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ അവിടെ ഒന്നും കൂടി റീസ്റ്റേറ്റ് ചെയ്യുക. Then you can end an essay with good. അങ്ങനെയാണ് നമ്മൾ ഒരു എസ്സേ എൻഡ് ചെയ്യുന്നത്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എഴുതുക, ചെറുതായിട്ട് എഴുതുക. നിങ്ങൾ മേലിൽ പറഞ്ഞേക്കുന്ന ഒരു സമ്മറി ആൻഡ് റീസ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ. That's enough. ഇതാണ് നമ്മൾ ഒരു എസ്സേയുടെ സ്ട്രക്ചർ. This is how. See, 20 minutes. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, കൺക്ലൂഷൻ. സോ ഒരു പാരഫ്രേസിങ്, ദെൻ യു ഗിവ് യുവർ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് നിങ്ങൾക്ക് ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ലൈക്ക് എന്താണ് ഞാൻ എഴുതാൻ പോകുന്നത് ആ പോയിന്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ യു കെൻ ജസ്റ്റ് സേ ഇറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ ഫോളോയിങ് പാരഗ്രാഫ്സ് എഴുതി പോവാം. Body paragraph only topic sentence കൊടുക്കുക. In between you can just add the supporting details and then your conclusion. ഇത് രണ്ടും is applicable. Conclusion എന്താ, summary, restate again, ഒന്നും കൂടി opinion പറയുന്നു. That's it. Prediction recommendation is not necessary. Okay. So this is about the essay. 20 minutes ആണ്
what you have to do, I'll tell you. ഇപ്പൊ ഒരു എസ്സേ തരുവാണെങ്കിൽ ആദ്യം നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഫസ്റ്റ് 1 മിനിറ്റ് നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യണം. കാരണം ഒരു ടോപ്പിക് തന്നിട്ട് ഈ ടോപ്പിക് റിലേറ്റഡ് എന്താ എഴുതാൻ പോകുന്നത്, എന്താണ് ഐഡിയാസ്, നിങ്ങൾ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ടോപ്പിക് കണ്ടാൽ എടുത്ത പാടെ അത് ടൈപ്പ് ചെയ്യാതെ ഈ ടോപ്പിക്കിൽ ഞാൻ എന്താ എഴുതാൻ പോകുന്നത് ജസ്റ്റ് നമ്മളൊന്ന് ഒരു എക്സാമിന് നോട്ട് പാടൊക്കെ കിട്ടും, നമ്മൾ ഐഡിയാസ് നോട്ട് ഡൗൺ ചെയ്യും. ഓക്കെ, ആ ടോപ്പിക് റിലേറ്റഡ് ഞാൻ ഈ 2 സെന്റൻസസ് എഴുതാൻ പോവാ ബോഡി പാരഗ്രാഫിൽ. അടുത്ത ബോഡി പാരഗ്രാഫിൽ ഇത് എഴുതാൻ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് പോയിന്റ്സ് പോലെ എഴുതി വെച്ചിട്ട് ദെൻ നിങ്ങളൊരു ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ആദ്യം ടെംപ്ലേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ടെംപ്ലേറ്റ് ടൈപ്പ് ചെയ്തിട്ട് കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെ ഈ സെന്റൻസസ് ആഡ് ചെയ്യുന്നത് അവിടെയൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഒരു 17 മിനിറ്റ്സും കൊണ്ട് ഈ എസ്സേ ടൈപ്പ് ചെയ്ത് തീർക്കുക. ദെൻ എന്തിനാണ് ഈ ബാക്കിയുള്ള 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ ടു പ്രൂഫ് ഫ്രീ. ഇപ്പൊ ചിലരുടെ കോണ്ടന്റ് നല്ലതായിരിക്കും, എല്ലാം വൊക്കാബുലറി ഒക്കെ നല്ല, പക്ഷെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം എസ്സേ റൈറ്റിംഗിന്റെ മാർക്ക് റൈറ്റിംഗിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ, വേറെ ഒരു മോഡലിലോട്ട് ക്യാരി ചെയ്തില്ല. സോ റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമുക്ക് സ്പെല്ലിങ്ങും ഗ്രാമറും അതേ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രൂഫ് റീഡ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ എസ്സേ സബ്മിറ്റ് ചെയ്യരുത്. ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റിംഗിനെ അഫക്ട് ചെയ്യും. സോ 17 മിനിറ്റ്സ് വരെ നിങ്ങൾ എസ്സേ ടൈപ്പ് ചെയ്യുക. ബാക്കി റെസ്റ്റ് ഓഫ് ദ 2-3 മിനിറ്റ് പ്രൂഫ് റീഡ് ചെയ്യുക, എഴുതിയേക്കുന്ന എല്ലാം ചെക്ക് ചെയ്യുക. ഞാനൊരു സെന്റൻസ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടോ, ദെൻ ഹൗവർ മോർ കഴിഞ്ഞൊരു കോമ ഇട്ടിട്ടുണ്ടോ, എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവൂ. സോ ഇപ്പൊ ഞാൻ പ്രൊവൈഡ് ചെയ്യുക ഒരു സാമ്പിൾ question. This is a question. Should a city try to preserve its old historic buildings or destroy them and replace with modern buildings? അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ്. ഇപ്പൊ നിങ്ങൾ ആ ഹിസ്റ്റോറിക് ബിൽഡിങ്സിനെ നിങ്ങൾ പ്രിസർവ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. സിറ്റി പ്രിസർവ് ചെയ്യണോ അല്ലെങ്കിൽ അത് ഡെസ്ട്രോയ് ചെയ്ത് വേറെ ഒരു പുതിയത് ഉണ്ടാക്കണമെന്നോ. ഇപ്പൊ നിങ്ങൾ അത് പ്രിസർവ് ചെയ്യുന്നതാണെങ്കിൽ ഇതൊക്കെയാണ് പോയിന്റ്സ് നിങ്ങൾ ജനറേറ്റ് ചെയ്തത്. ഇതിലെല്ലാം അല്ല, നമ്മളിപ്പോ 2 പോയിന്റ് മാത്രം നിങ്ങൾ എടുത്തു പോകാം. കൾച്ചറൽ ഹെറിറ്റേജിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ബെനിഫിറ്റ്സ്, ടൂറിസം വരാം, അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ വാല്യൂ ആയിട്ട്. അപ്പൊ ഇങ്ങനെ പ്രിസർവ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് വേണം. സോ യു ക്യാൻ ആഡ് എ പോയിന്റ്സ്. ഐ ഷോ യു. So, ഇതാണ് question. Should a city try to preserve its old historic buildings or destroy them and replace with modern buildings? ആണ് ഇപ്പൊ പ്രിസർവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു 4-5 പോയിന്റ് എടുത്ത് വെച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റി ഇതിൽ 2 പോയിന്റ് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. അത് എന്തൊക്കെയാ? ഇപ്പം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, അതിപ്പം പ്രിസർവ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ വാല്യൂ. കാരണം ഒരുപാട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പഴയ ബിൽഡിങ്സോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ആർക്കിടെക്ചർ ഒന്നും കാണാത്തവരായിരിക്കും. സോ അവർക്കതൊരു ഇറ്റ്സ് ലൈക്ക് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിൽ പഠിക്കാനും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു പ്രോഗ്രാം ആയിട്ട് അവർക്ക് വേണമെങ്കിൽ അത് ഇതാകാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം കമ്മ്യൂണിറ്റിയുടെ പ്രൈഡ് ആൻഡ് എസ്തെറ്റിക്സ്. കാരണം ഇത് പ്രിസർവ് ചെയ്യുന്നത് ഒരു പ്രൈഡാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടായാലും ഇറ്റ്സ് ലൈക്ക് എ പ്രൈഡ്. അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ്സ്. സോ ഇതാണ് ഞാൻ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ എന്താണോ എഴുതാൻ പോകുന്നത് ഒരു 2 പോയിന്റ് എഴുതി വെക്കുക. അതല്ല നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ പുതിയ കെട്ടിടം അത് ഇടിച്ചിട്ട് പുതിയ ബിൽഡിംഗ് കൊണ്ടുവരണമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ, ലൈക്ക് വൈ ഡു വാണ്ട് ടു തിങ്ക്. അപ്പൊ നിങ്ങൾക്ക് ലോവർ മെയിൻറ്റെയിൻ കോസ്റ്റ്. കാരണം പഴയ ബിൽഡിംഗ് എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പൈസ ആവും. അല്ലെങ്കിൽ യു ക്യാൻ ട്രൈ അട്രാക്ടിങ് ദ ഇൻവെസ്റ്റ്മെന്റ്. മോഡേൺ ബിൽഡിങ്സ് ആകുമ്പോഴത്തേക്കും ആ പഴയതെന്നല്ല പുതിയ രീതിയിൽ അതിന്റെ ആർക്കിടെക്ചർ, അതിനകത്ത് ആവശ്യമുള്ള സ്പേസസ് ആൻഡ് അതുപോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ അട്രാക്ട് ദ ബിസിനസ്സസ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ റെസിഡൻസ് ലുക്കിംഗ് ഫോർ ദ ന്യൂ സ്പേസ്. അവർക്ക് ഒരു സ്പേസ് അവിടെ കിട്ടും. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു 2 പോയിന്റ്, അതായത് ഒരു ബോഡി പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഒരു പോയിന്റും അടുത്ത ബോഡി പാരഗ്രാഫിൽ ഒരു പോയിന്റും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാവുന്നതാണ്. പക്ഷെ ഒരു സാമ്പിൾ ആൻസർ ആണെങ്കിൽ ഇങ്ങനെയാണ്. സിറ്റീസ് ഷുഡ് പ്രാക്ടീസ് പ്രിസർവിംഗ് ഓൾഡ് റാദർ ദാൻ റീപ്ലേസിംഗ് വൺ. ഇതാണ് ഞാൻ പറഞ്ഞത് പാരഫ്രേസിങ്. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഞാൻ അങ്ങനെ പാരഫ്രേസ് ചെയ്തിട്ടുണ്ട്. Cities should prioritize preserving old historic buildings rather than replacing the first. Provides a sense of identity, connect us to past and enrich by making cities. So they often embody architectural styles and construction methods that are no longer used, offering unique character and aesthetic appeal. By preserving such buildings, cities also provide. ഇത്രയും എഴുതണമെന്ന് ഇല്ല. നിങ്ങൾക്ക് ഇതിലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് കുറയ്ക്കാം. ബിക്കോസ് നമ്മൾ അതിനകത്ത് പാരഫ്രൈസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്രിസർവ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് പ്രിസർവ് ചെയ്യാൻ കാരണങ്ങളും ജസ്റ്റ് ഒരു 2 സെന്റൻസ് മാത്രം കൊടുക്കുക. Then
ബോഡി പാരഗ്രാഫ് നമ്മൾ ആദ്യം ഇപ്പൊ നിങ്ങൾ പ്രിസർവ് ചെയ്യുന്നവരാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഒരു പോയിന്റ് ഇവിടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് ഇവിടെ എഴുതുക, പിന്നെ ഒരു കൺക്ലൂഷൻ. ഇത്രയേ ഉള്ളൂ. പ്രിസർവ് ചെയ്യുന്നവരാണെങ്കിൽ പ്രിസർവിങ് ഇസ്, പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യണം അത് പ്രിസർവ് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ യു ഹാവ് ടു റൈറ്റ് പ്രിസർവിംഗ് ദി ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ഇസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഷനും റീസ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ. സോ ഇവിടെയും നമ്മൾ എഴുതുന്നു, ഇവിടെയും നമ്മൾ എഴുതുന്നു. ഇൻട്രൊഡക്ഷനിൽ എഴുതണം, നമ്മൾ കൺക്ലൂഷനിൽ എഴുതണം. സോ ദിസ് ഷുഡ് ബി യുവർ എസ്സേ. ഒരു പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷനിൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നു, പാരഫ്രേസ് ചെയ്യുന്നു. സെക്കൻഡ് നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്, പ്രിസർവ് ചെയ്യാനാണെങ്കിൽ പ്രിസർവ് ചെയ്യാൻ, അല്ലെങ്കിൽ എഴുതുക എന്തുകൊണ്ടാണ് പ്രിസർവ് ചെയ്യുന്നത് നമ്മൾ ചെറിയ പോയിന്റ്സ് എഴുതുക. പിന്നെ നമ്മൾ ആ പ്രിസർവ് ചെയ്യുന്ന പോയിന്റ്സ് എലോബറേറ്റ് ചെയ്ത് ബോഡി പാരഗ്രാഫ് 1 പിന്നെ ബോഡി പാരഗ്രാഫ് 2 then കൺക്ലൂഷനിലും എഴുതുക. സോ ഐ ഷെയർ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. ദിസ് ഇസ് ആർ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഷുഡ് ബി ദ റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻസ് നോട്ട് ഇൻഡിവിജ്വൽസ് ക്യാൻ ഡു ടു വാട്ട് എക്സ്റ്റെന്റ്. അപ്പൊ ഇത് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ മുന്നേ കണ്ടത് ഒരു ജനറൽ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എഴുതുക. ഇതിനകത്ത് വരുന്നത് എത്ര മാത്രം നിങ്ങൾ എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്അഗ്രി ചെയ്യുന്നു. എന്താണ് ടോപ്പിക്, എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ. ഇതാണ് നിങ്ങളുടെ ടോപ്പിക് സ്റ്റേറ്റ്മെന്റ്. ഇത് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ ആണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നു ഡിസ്അഗ്രി ചെയ്യുന്നതാണ് നിങ്ങൾ എഴുതേണ്ടത്. 200 to 300 വേർഡ്സ് ആണ് എഴുതേണ്ടത്. 20 minutes ആണ് ടൈം. സോ I'll share. See, split your time in 3 parts. Prepare in 1 minute. Type in 70 to 80 minutes. Then edit again. So if you are following the template, first side, body paragraph, first side, second side, then opinion. ഒരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്തത്. ഇൻട്രഡക്ഷൻ അതൊരു ജനറൽ, ഇതൊരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എഴുതുമ്പോൾ നമ്മളൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, പാരഫ്രൈസ് ചെയ്യുക, നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുക. പിന്നെ നമ്മൾ ബോഡി പാരഗ്രാഫിൽ റീസ്റ്റേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഒപ്പീനിയൻ, പിന്നെ അതിന് റീസൺ കൊടുക്കുക. Then if you can just provide an example അല്ലെങ്കിൽ ഒരു conclusion. Okay, you have to write this 200 to 300 proper logical form. Divide the template to write in given time. Check your spellings. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. Don't write 1 paragraph. Divide it into 3 paragraphs. Don't exceed the word limit. അല്ലെങ്കിൽ ഫോമുക്ക് നമ്മൾ 0 ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് essayയുടെ tips and tricks. If you're following that or working template, follow that. So how it should be the answer? See, some people think that politicians should be responsible for protecting, as there is much that individuals can do about it. In my opinion, the responsibility to protect the environment should not fall upon politicians, but because ordinary citizens can make a significant contribution. Firstly, the point. And then politicians can urge the government to impose new laws against actions that damage the environment. For instance, one of the major factors of pollution over plastic product bottles. So it can be stopped if the government issues an official ban on all companies. Plastic use ചെയ്യാൻ പാടില്ല എന്നൊരു വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ on the other hand, നമ്മൾ ബിലീവ് ചെയ്യുന്നു ordinary people-നായാലും they can support. First, citizens in many countries are shifted to bicycles shift instead of the cars. So the amount of carbon dioxide is released to the air. Tremendous amount of, and improve the air quality. So thus responsible citizens can make a difference. So in conclusion, I hold the view politicians alone പക്ഷേ നമ്മുടെ ഇൻഡിവിജ്വൽസ് നമ്മൾ കോൺട്രിബ്യൂഷൻ കിട്ടണം എന്നുള്ള ക്ലിയർ. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇൻട്രഡക്ഷനിൽ ഒരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് റിലേറ്റ് ചെയ്തുള്ള ബോഡി പാരഗ്രാഫ്സ് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ നമ്മൾ വ്യൂ റീസ്റ്റേറ്റ് ചെയ്തേക്കുവാണ്. അത്രയേ ഉള്ളൂ, നമ്മൾ വേറെ ഒന്നും പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ദിസ് ഷുഡ് ബി യുവർ എസ്സേ. വർക്കിംഗ് ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. Then if you are writing an essay on your, this should be a structure for that. Introduction, body paragraph 1, body paragraph 2, and the conclusion. Introduction first statement നമ്മൾ question paraphrase ചെയ്യാം, opinion നിങ്ങൾ കൊടുക്കുക. Then opinion അല്ല, നമ്മൾ എന്താണ് ലൈക്ക് justification കൊടുക്കുക. If you are going to agree എങ്കിൽ അത് agree ചെയ്യുക. Then give an outline, എന്താകൊണ്ടാണ് അല്ലെങ്കിൽ എഴുതാം. Then body paragraph നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് എഴുതിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സെന്റൻസസ് എഴുതുക. ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾ 2-3 സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക ഒരു ബോഡി പാരഗ്രാഫിൽ. അതേപോലെ ബോഡി പാരഗ്രാഫ് 2ലും 2-3 സപ്പോർട്ടിങ് പോയിന്റ്സ് കൊടുക്കുക. ആൻഡ് കൺക്ലൂഷൻ നത്തിങ് ബട്ട് സമ്മറി, പിന്നെ റീസ്റ്റേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു കെൻ റൈറ്റ് ദ ഒപ്പീനിയൻ ഓൾസോ. ഒപ്പീനിയൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ഡോണ്ട് റൈറ്റ് യുവർ ഒപ്പീനിയൻ ഓൾസോ. സോ ഇതാണ് എസ്സേ എഴുതേണ്ട ഒരു സ്ട്രക്ചർ.
Hope this video was very informative. നിങ്ങൾക്ക് അത്യാവശ്യം essay കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. I'll be coming up with the next important topic. So thank you so much for watching. Bye.